നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ഇംഗ്ലീഷ് അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. ഇംഗ്ലീഷ് അധ്യാപകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. സംസ്ഥാന സർക്കാരിന്റേത് അധ്യാപക ദ്രോഹ നടപടികളെന്നാരോപിച്ച ക്ലസ്റ്ററിൽ പ്രതിഷേധം. കൊണ്ടോട്ടി കൊട്ടുക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്ലസ്റ്റർ പരിശീലനത്തിലാണ് സംയുക്ത അധ്യാപക സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടന്നത്. അശാസ്ത്രീയമായ അക്കാഡമിക് കലണ്ടർ പിൻവലിക്കുക, ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തുക, 22% DA അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് കാര്യക്ഷമമാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകുക, കായികാധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പാഠപുസ്തക രചനയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനവും സംഗമവും. ആയിരക്കണക്കിന് അധ്യാപകരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. 2021-2022 കോടി അധ്യാപകരുണ്ട്. അവർ നല്ല സങ്കടത്തിലാണ്, പ്രയാസത്തിലാണ്. യഥാർത്ഥത്തിൽ അവർക്ക് നിയമനാംഗീകാരം ലഭിക്കില്ല. നിയമനാംഗീകാരം ലഭിക്കാൻ ആ അധ്യാപകർക്ക് നാളെ സ്കൂളുകളിൽ അവരുടെ ഒക്കാൻ പറ്റുമോ എന്ന സംശയത്തിലാണ് പെടുന്നത്. പ്രധാനാധ്യാപകരാകെ ആശങ്കയിലാണ്. എന്ത് പറയണം ഈ അധ്യാപകരെന്ന് അറിയുന്നില്ല. ഗവൺമെന്റ് കഴിഞ്ഞ 20 ദിവസത്തോളമായി ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഒരു നിലപാടും പറഞ്ഞിട്ടില്ല. കൃത്യമായ ഒരു നിലപാട് പറയാതെ അധ്യാപകരെ ആശങ്കയുടെ മുൻകൂടെ എത്തുന്ന ഒരു നിലപാടുമായി കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സംയുക്ത അധ്യാപക സമിതി ചെയർമാൻ സാബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. KSTU സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PKM ഷഹീദ് ഉദ്ഘാടനം ചെയ്തു. കൺവീനർ നാസർ കണ്ണാട്ടിൽ, ബഷീർ തൊട്ടിയൻ, AA സലാം സുബ്രഹ്മണ്യൻ, ട്രഷറർ KP അഹമ്മദ് അലി, MD അൻസാരി, അലവിക്കുട്ടി, VP സിദ്ദിഖ്, റിഷാദ് CK, KT സർജാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊണ്ടോട്ടിയിൽ മറ്റ് ക്ലസ്റ്റർ കേന്ദ്രമായ EMEA ഹയർ സെക്കൻഡറി സ്കൂളിൽ MT മുകേഷ്, അസീസ്, KP ഫൈസൽ, UK നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.